1000-ഓളം വീഡിയോകൾ റുപ്പിമൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ആ വീഡിയോകളിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ എന്തുകൊണ്ട് എഫക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഈ എഫക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ പർച്ചേസിംഗ് പവർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നതാണ്. അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1956 കേരളം നിലവിൽ വന്നത് അല്ലെ. ഈ 1956 100 രൂപ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ടായിരുന്നു എന്ന് കരുതുന്നു. 100 രൂപയുടെ ഒരു നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് 1956 മുതൽ നിങ്ങൾ ഇതേവരെ ഒന്നും ചെയ്യാതെ ആ നോട്ടിന്റെ രൂപത്തിൽ നിങ്ങൾ കൊണ്ടു നടന്നു എന്നുണ്ടെങ്കിൽ അന്നത്തെ ആ 100 രൂപയുടെ ഇപ്പോഴത്തെ മൂല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 1 രൂപ 20 പൈസ ആയിരിക്കും എന്നാണ് ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് പറയുന്നത്. അന്ന് ഹോൾഡ് ചെയ്ത 100 രൂപ നോട്ടിന്റെ മൂല്യം കുറഞ്ഞു വന്ന് എന്തായി 1.20 മാറി. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആ 100 രൂപ കൊണ്ട് നിങ്ങൾക്ക് സെന്റ് കണക്കിന് ധാരാളം ഭൂമി വാങ്ങാൻ പറ്റുമായിരുന്നു. അതുപോലെ 10 ഗ്രാം സ്വർണം ആ സമയത്ത് വാങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ അത് ക്യാഷ് ആയിട്ട് തന്നെയാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ബൈയിങ് പവർ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ക്യാഷ് ആയിട്ടോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ ഒക്കെ കുറെ അധികം പൈസ സൂക്ഷിക്കുന്നത് നമ്മൾക്ക് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഇൻസ്ട്രുമെന്റുകളിൽ, അതായത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളിലോ അല്ലാത്ത നിക്ഷേപ പദ്ധതികളിലോ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ നിക്ഷേപത്തെ ഉയർത്തിക്കൊണ്ട് പോകണം എന്ന് പറയാനുള്ള കാരണം അതാണ്. വളരെ ചെറിയ വീഡിയോ ആണെന്നുണ്ടെങ്കിലും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് എന്ന് ഞാൻ തീർച്ചയായും കരുതുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഫിനാൻസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകൾ കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാം.